അവസാനം ആ സത്യം എനിക്ക് മനസ്സിലായ കളിയാ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് മുന്നിൽ തന്നെ ഉണ്ട് നമ്മളെ പെയിൻറ്റ് പണിക്കാർ. എല്ലാ തച്ച് പണികളും പോലെയാണ് പെയിൻറ്റ് പണി എന്ന് പണ്ട് നമ്മളെ ദുൽഖർ സൽമാൻ ഇരുന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? പക്ഷേ എനിക്കും നിങ്ങൾക്കും ദുൽഖർ സൽമാനും അറിയാത്തതായിട്ടുള്ള കുറേ വിശേഷങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും ഈ പെയിൻറ്റ് പണിയിലെന്ന് പറയുന്നത് പാലുകാച്ചലിൻ്റെ തലേന്ന് ദിവസം വരെ ഒരു ബക്കറ്റും കൊണ്ട് വീടിൻ്റെ 4 ചുറ്റിലും കറങ്ങി കിടക്കുന്ന ഒരു പെയിൻറ്ററിനെ നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ? എല്ലാ ജോലിക്കാരും ചെയ്തു വെച്ചതിൻ്റെ പഴി കേൾക്കാൻ വിധിക്കപ്പെട്ടവൻ, എല്ലാ ജോലിക്കാരും കൂട്ടിച്ച് ചപ്പും ചവറെല്ലാം വാരി വീടിനെ വൃത്തിയാക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു പെയിൻറ്റ് പണിക്കാരൻ. കുട്ടിയിലും പെയിൻറ്റിലും വീട്ടിലുള്ള സർവ്വ കുറ്റങ്ങളും മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന വീട്ടുകാരൻ്റെ മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വരുന്നൊരു പെയിൻറ്റ് പണിക്കാരനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടോ? അഞ്ചപ്പം കൊണ്ട് 5000 പേരെ കൂട്ടിയ യേശുദേവൻ പോലും തോറ്റു പോകുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ വീട്ടുകാരൻ്റെ വകയായിട്ട്. ഒരു 2 ബക്കറ്റ് പെയിൻറ്റ് കൂടി വാങ്ങിച്ചു തന്നാൽ ഇത് മുഴുവനായിട്ട് അങ്ങ് അടിച്ചു തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നതിന് മുമ്പിൽ പകച്ചു നിന്ന് പോകണം പെയിൻറ്റ് പണിക്കാരനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കെട്ടിത്തീരാത്തത് പൂശി തീരുമെന്നും, പൂശി തീരാത്തത് പുട്ടിയിൽ തീരുമെന്നും, പുട്ടി തീരാത്തത് പെയിൻറ്റ് തീരുമെന്നും, പെയിൻറ്റിൽ തീരുന്നില്ലെങ്കിൽ അത് പെയിൻറ്റ് പണിക്കാരനെ നെഞ്ചത്ത് തീർത്ത് കളയാമെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറേ വീട്ടുകാരുടെ കഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പെയിൻറ്റിൽ ബ്രഷ് മുക്കി ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അടിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന ദുൽഖർ സൽമാനെ കണ്ടിട്ട് എൻ്റെ പൊന്നളിയന്മാരെ നിങ്ങളാരും ഈ ഫീൽഡിൽ തിരഞ്ഞെടുക്കലും കേട്ടോ. ഇത്തിരി ബുദ്ധിമുട്ടാണിത്.